എൻ്റെ പേര് ഷാരോൺ. ഞാൻ ആലപ്പുഴയാണ് എൻ്റെ വീട്. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഇംഗ്ലണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്, കോൺവാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത്. കഴിഞ്ഞ വർഷം ജൂൺ 23 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ പോയിട്ടിപ്പം ഏകദേശം 1 വർഷത്തോളം ആവുന്നു. ഞാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ്, ജോലിക്കായിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി ഞാൻ യൂഷ്വലി പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഉടമ്പടി എടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ തരത്തിലുള്ള ഒരു ഓപ്പൺനെസ്സോ ഒന്നും എനിക്കില്ലായിരുന്നു. മമ്മിയാണ് എന്നെ നിർബന്ധിച്ച്, മമ്മി ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഉടമ്പടിയിലായിരിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് നേരത്തെ മുതൽ തന്നെ. അപ്പം മമ്മിയാണ് പോകുന്നതിന് മുമ്പ് നീ മസ്റ്റായിട്ടും പോകണം, പ്രാർത്ഥിക്കണം, ഉടമ്പടി എടുക്കണം. ഈവൻ ഇഫ് യു ഡോണ്ട് ഹാവ് എനിത്തിങ് ടു പ്രേ ഓർ വിഷ് യു ഷുഡ് ഗോ, ബിക്കോസ് ഷി സെഡ് ഇത്ര നാളും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. നൗ ദാറ്റ് യു ആർ ഗോയിങ് ഓൺ യുവർ ഓൺ, അമ്മ മാതാവ് എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നിൻ്റെ കാര്യങ്ങളെല്ലാം നിന്നെ ഹെൽപ്പ് ചെയ്യും, നിന്നെ വഴി നടത്തും എന്ന് പറഞ്ഞു മമ്മിയുടെ ഒരൊറ്റ നിർബന്ധത്തിൽ മാത്രമാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ വരുന്ന സമയത്ത് യൂഷ്വലി എനിക്കൊന്നുമില്ല എഴുതാനായിട്ട്. ഞാൻ ജസ്റ്റ് റാൻഡം കാര്യങ്ങൾ മാത്രം ഉടമ്പടിയിൽ എഴുതി അന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുന്ന് പോയി. ഞാൻ പോയതിന് ശേഷം കോൺവാൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എന്നെ പ്ലേസ് ചെയ്തിരുന്നത്. അതൊരു വളരെ ഉൾഗ്രാമം പ്രദേശമാണ്. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലവും ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ ആയിട്ട് ഒരുപാട് ദൂരമുണ്ട്. ബസ്സില്ല, ട്രെയിനില്ല, പോകാനോ അങ്ങോട്ട് എത്തിപ്പെടാനോ. ഒറ്റയ്ക്കൊരു സ്ഥലത്തൊക്കെ ആയിരുന്നു. കുറേ നാൾ സ്ട്രഗിൾ ചെയ്തു. ഒരു ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ നമുക്ക് സഫിഷ്യൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസും നമുക്ക് ഒരു കാരണവും ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമുക്ക് ട്രാൻസ്ഫർ തരുള്ളൂ. തൊട്ടടുത്ത് വേറെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു ഞാൻ താമസിക്കുന്ന സ്ഥലത്ത്, പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാതെ അവർ നമുക്ക് ട്രാൻസ്ഫർ തരില്ല. അപ്പം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. നമ്മൾ ഒറ്റയ്ക്കാണ്, ഐ വാസ് ബിൽഡിങ് മൈ ലൈഫ് ഓൺ മൈ ഓൺ അറ്റ് ദാറ്റ് ടൈം. സോ അപ്പം ഞാൻ മമ്മിയോട് പറയും ഇതുപോലെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ആ തണുപ്പത്ത് ബസ് സ്റ്റോപ്പിലൊക്കെ 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്ത് ഒക്കെ ഇങ്ങനെ ബസ്സൊക്കെ നോക്കി നിൽക്കുന്ന ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ മമ്മിയോട് ഒന്ന് പറയും. അപ്പം മമ്മി എന്നോട് പറയും നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, പ്രാർത്ഥിച്ചോളാം, നീയും പ്രാർത്ഥിക്കുക, ഉടമ്പടി പത്രവും എല്ലാം കൊടുക്കുക. അപ്പം ഞാനതൊന്നും കൊണ്ടുപോകാതെയാണ് പോയത്. ഞാൻ ആ പ്രാർത്ഥന ഒന്നും കണ്ടിന്യൂ ചെയ്യുന്നുമില്ലായിരുന്നു. അപ്പം മമ്മി എനിക്ക് ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ദാറ്റ് ന്യൂസ് പേപ്പറൊക്കെ എനിക്ക് അയച്ചു തന്നു. ആ സമയത്ത് അവിടെ അടുത്തൊരു പള്ളിയുണ്ട്, വളരെ കുറച്ച് ആളുകൾ മാത്രം വരുന്ന, അവിടുത്തെ ആൾക്കാർ മാത്രം വരുന്ന പള്ളിയൊക്കെയാണത്. ഞാൻ സ്ഥിരമായിട്ട് പള്ളിയിൽ പോകാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇംഗ്ലീഷ് വേർഷൻ ഞാൻ അവിടെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അവർക്ക് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ വരുന്ന സ്ഥലത്തുള്ള പള്ളിയാണ് എന്നൊക്കെ ഞാൻ അവരോട് പറയുകയും ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും പ്രാർത്ഥിക്കാനും എൻ്റേതായിട്ടുള്ളൊരു പേഴ്സണൽ പ്രെയർ അല്ലെങ്കിൽ ടൈം അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു സമയത്തായിരുന്നു. അപ്പം അപ്പോഴാണ് മമ്മി പറഞ്ഞ ആ പോയിൻ്റ് എനിക്ക് മനസ്സിലായത്. നീ അവിടെ ചെല്ലുമ്പം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാനുണ്ടാവില്ല, അമ്മ മാതാവേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞ പോയിൻ്റ് എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. മേ ബി ഇത് എന്നെ ദൂരെ പ്ലേസ് ചെയ്തത് ആ ഒരു റീസൺ എനിക്ക് മനസ്സിലാക്കി തരാനായിരിക്കുമെന്ന് ഞാൻ അതിനുശേഷം അപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്യില്ല എന്നവർ പറഞ്ഞു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇൻ്റർനാഷണൽ നഴ്സസിന് വേണ്ടിയിട്ടൊരു മീറ്റിംഗ് ആ സമയത്ത് വന്നു. അപ്പം ഞാൻ ചെന്നു. അപ്പം നിങ്ങൾ എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചു. അപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ ഇതുപോലെ 2-3 മണിക്കൂറൊക്കെ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് എനിക്ക് ബസ് കിട്ടുന്നത്. ആ ഒരു ഉൾപ്രദേശത്ത് ബസ് സ്റ്റോപ്പിലൊന്നും ആരും ഉണ്ടാവില്ല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ആ സമയത്ത് ബസ് കയറാനും പോകാനും വരാനും ഒക്കെ തണുപ്പത്ത്. അപ്പം ഞാനത് പറഞ്ഞപ്പം അവരാദ്യം എന്നോട് പറഞ്ഞത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്കൊരു ഓപ്ഷനും ഇല്ല, നമ്മുടെ പ്രോട്ടോക്കോളിന് പറ്റില്ല, വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം, ഹെൽപ്പ് ചെയ്യാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ സ്റ്റാഫിനോടായിരുന്നു. പക്ഷേ അവിടുത്തെ മേട്രൻ ഇൻചാർജ് ഞാൻ പറയുന്നത് അവർ ആ സമയത്ത് വാക്കിൻ ചെയ്തു. അവരത് കേൾക്കുകയും ഇങ്ങനൊരു സ്ട്രഗിൾ ഉണ്ടെന്ന് അറിഞ്ഞ് അവർ തന്നെ ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ എന്നെ തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതാണ് അന്ന് സംഭവിച്ചത്. അതങ്ങനെ സംഭവിക്കാൻ ഒരു പ്രോട്ടോക്കോൾ പ്രകാരവും അത് സംഭവിക്കില്ല. അവരുടെ ഒരു പേരിൽ മാത്രമാണ് അവരത് കേൾക്കുകയും അവർ വാക്കിൻ ചെയ്ത് അവരത് കേൾക്കുകയും എനിക്ക് ട്രാൻസ്ഫർ തരികയും ചെയ്തു. അന്ന് അതിനുള്ളിൽ ഒരു 2 ഡേയ്സിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചേഞ്ച് ചെയ്തു. ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലവും എൻ്റെ ഹോസ്പിറ്റലും തമ്മിൽ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ ചെറിയ പോയിൻറ്റ്സ് വരുമ്പോഴും ഞാനിതൊക്കെ റിയലൈസ് ചെയ്യുമായിരുന്നു. സോ എവറി ടൈം ഐ ഹാവ് എ പ്രോബ്ലം ഓർ മൈ ഫ്രണ്ട് ഹാസ് എ പ്രോബ്ലം ഓർ സമൺ എൽസ് ഹാസ് എ പ്രോബ്ലം, when they come up to me,
ഞാൻ പറയും കൃപാസനുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് വേണ്ടി, ഇങ്ങനെ ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് യു കുഡ് if you can't go there or pray, just you can try and pray and this will work. I can say to them clearly. That's what. ഞാൻ ഷാരോണിൻ്റെ അമ്മ. ഷാരോൺ ഒട്ടുമേ വിശ്വാസമില്ലായിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ വേദന. നമ്മൾ ലോകത്തിൽ എവിടെ പോയി മക്കൾ ജോലി ചെയ്താലും പൈസ ഉണ്ടാക്കിയാലും ഈശോയെ അറിയാതെ പൈസ ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവും ഇല്ലല്ലോ. എന്നെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ വേദനയായിരുന്നു. നിർബന്ധിച്ച് ഇവിടെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ അവളെ വിട്ടത്. വീട്ടിൽ ചെന്ന് ഉടമ്പടി പ്രാർത്ഥന ചെല്ലുമ്പോൾ 7 സ്വർഗ്ഗസ്നായ പിതാവേ 7 നന്മ അറിഞ്ഞണമേയും ചെല്ലുമ്പോൾ 5 എണ്ണം ചെല്ലും. അമ്മയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ ഉടമ്പടി എടുത്തത്, അമ്മ ബാക്കി 2 എണ്ണം ചെല്ലിക്കോ എന്ന് പറഞ്ഞ് എണീറ്റ് പോകും. അങ്ങനെയുള്ള ആൾ അവിടെ ചെന്ന് ജോലി സ്ഥലത്ത് ഭയങ്കരമായിട്ട് വിഷമിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നിനക്ക് അമ്മേനെ വിശ്വാസമുണ്ടോ, ഞാൻ നിന്നെ ട്രാൻസ്ഫർ ആക്കി തരാം, നീ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ഞാനിവിടെ നേവൽ ബേസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഞാൻ ജോലിക്ക് ഇതുവഴിയാണ് ബസ്സിൽ പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഒരു ദിവസം സാറ്റർഡേ ഇവിടെ വന്ന് കരഞ്ഞ് രാവിലെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ജപമാല എല്ലി 2 കുർബാനയും കണ്ട് കാഴ്ച വെച്ച് അന്ന് വൈകുന്നേരമാണ് അമ്മയും പപ്പായും കൂടെ ഒന്നിച്ചിരിക്കുക. എനിക്കൊരു വലിയ സന്തോഷ വാർത്ത പറയാനുണ്ടെന്നും പറഞ്ഞ് വീഡിയോ കോളിൽ വിളിച്ചു. അമ്മയെ ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞ കാര്യം ട്രാൻസ്ഫർ എനിക്ക് കിട്ടിയിരിക്കുന്ന അടുത്ത ഹോസ്പിറ്റലിലോട്ട്. സാധാരണ 2-3 വർഷം അവിടെ ജോലി ചെയ്താൽ മാത്രമേ ട്രാൻസ്ഫർ കിട്ടത്തുള്ളൂ. 1 മാസം അല്ല 2 മാസം അവളായിട്ടുള്ളൂ. അപ്പം തന്നെ അവൾക്ക് ട്രാൻസ്ഫർ, പശുത്തെ അമ്മ അവിടെ ഇടപെട്ട് ട്രാൻസ്ഫർ കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ഷാരോൺ അത് ഫോണിൽ ഞങ്ങളോട് പറയുമ്പോഴത്തേക്ക് ഞാൻ അപ്പം പറഞ്ഞു, മോളെ ഞാൻ വന്ന ഉടനെ പശുത്തെ അമ്മയുടെ അടുത്ത് വന്ന് നീ ഒന്ന് സാക്ഷ്യം പറയണം, അമ്മ തന്ന വലിയ അനുഗ്രഹത്തിന്. ഈശോയ്ക്കും പശുത്തെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. അതുപോലെ തന്നെ ഞാൻ ജോലി ചെയ്യുന്നിടത്ത് ഭയങ്കര ഹാർഡ് വർക്കായിരുന്നു. എനിക്കൊരു ലൈറ്റ് ഡ്യൂട്ടി തരണമെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് 30 ദിവസത്തിനുള്ളിൽ എനിക്ക് ട്രാൻസ്ഫർ ആക്കി തരണം. 28ാം പൊക്കം അമ്മ എനിക്ക് ലൈറ്റ് ഡ്യൂട്ടി തന്ന് ഏറ്റവും നല്ല സെക്ഷനിലേക്ക്, ആ യൂണിറ്റിലേക്ക് എന്നെ വിട്ട്. അതിലും ഞാൻ അമ്മയ്ക്കും അമ്മയുടെ തൃക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ